എല്ലാവർക്കും ഡേ 21, അതായത് നമ്മൾ ഡേ 1 തൊട്ട് ഡേ 21 വരെയുള്ള പ്രെയറാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഈവനിങ് പ്രെയറാണ്. അതിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോസിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻറ്റിലുള്ള എല്ലാവരെയും ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിലിങ്ങനെ പ്രെയറിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ വാരാഹി അമ്മയെ വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് കിട്ടി ഒത്തിരി പേര് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വാരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇന്ന് വാരാഹി അമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുന്നു. ഒരുപാട് പേര് ന്യൂ ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് പ്രാർത്ഥന ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് കേട്ടിട്ട്. വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട ദേവിയാണ്. വളരെ ശക്തിയുള്ള ദേവിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും സാധിച്ചു തരാനായിട്ട് വാരാഹി ദേവിക്ക് കഴിയും. ഏതൊരാഗ്രഹവും നമ്മൾ മനമുരുകി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കുന്നതാണ്. നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചതിയിലകപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കും. അതാണ് വാരാഹി അമ്മ. വാരാഹി അമ്മ എപ്പോഴും ഒരു രക്ഷാ കവചം പോലെ നിങ്ങളെ കൂടെ ഉണ്ടാവും. അത്രയും പവർഫുള്ളാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. വാരാഹി ദേവിയുടെ മന്ത്രം നമ്മൾ സാധാരണയായി ജപിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. പലരും ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. നിദ്രാദേവി ആയതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ പൂജിക്കുന്നത്. നിദ്രാദേവി എന്ന് ഉദ്ദേശിക്കുന്നത് രാത്രികാലം ഉണർത്തിരിക്കുക, ഭക്തരെ സംരക്ഷിക്കുക, ദാരിദ്ര്യത്തിൽ നിന്നും പല രീതിയിലുള്ള സഹായം വരാഹി അമ്മയുടെ കയ്യിൽ നിന്നും എല്ലാവർക്കും കിട്ടാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗശമനം, ധനവർദ്ധനവ്, അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പവർഫുൾ ആണ് വരാഹി അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുള്ള ഏതൊരു സമയവും വാരാഹി ദേവിയുടെ മന്ത്രം ജപിക്കാനായിട്ട് ഉത്തമമായിട്ടുള്ള ടൈമാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയം പറ്റിയില്ല, പകലേ പറ്റുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം നിങ്ങൾക്ക് അത് ചൂസ് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് പ്രശ്നമൊന്നുമില്ല. ദേവി എന്തായാലും നമ്മുടെ സാഹചര്യവും കൂടി നോക്കി ദേവി നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. വാരാഹി ദേവിക്ക് പ്രത്യേക പൂജകളോ നിഷ്ഠകളോ അങ്ങനെ ഒന്നും തന്നെയില്ല. വാരാഹി ദേവിയുടെ ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും മതി. അശുദ്ധമാവുന്ന ടൈമാണെങ്കിൽ നിങ്ങൾക്ക് ധ്യാനിക്കുന്നതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല, ധ്യാനിക്കാം. വാരാഹി അമ്മയുടെ മന്ത്രം എന്ന് പറയുന്ന ഓരോ വീഡിയോസിലും ഞാൻ കൊടുത്തിട്ടുള്ള മന്ത്രം അതിൻ്റേതായ രീതിയിലാണ് ജപിക്കേണ്ടത്. 3, 6, 9, 21, 108 ഈ ഒരു ക്രമം ആ രീതിയിൽ നിങ്ങൾ ജപിക്കുക. അപ്പം 3 ആണെങ്കിൽ 3 തവണ ജപിക്കുക, 6 ആണെങ്കിൽ 6 തവണ ജപിക്കുക. അതാണ് അതിൻ്റെ ആ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ ജപിക്കേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേക പൂജകളോ നിഷ്ഠകളോ പലരും അറിയാതെ പറയുന്നുണ്ട്. ഇത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ദേവിയെ പൂജിക്കുന്നത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഹേ ശ്രീ എന്താ നിങ്ങൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഒന്നും ആരെയും കാണുന്നില്ല, അങ്ങനെ പറഞ്ഞവരൊന്നും കാണുന്നില്ല. നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ദേവിയുടെ ബ്ലെസ്സിങ്സ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞ് നമ്മൾ കൊടുക്കുന്നതാണ് ദേവിക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ദേവിയുടെ ബ്ലെസ്സിങ്സ് കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉള്ളിലെ വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസമില്ലാതെ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങളിൽ പലർക്കും അറിയാം എന്ന് തോന്നുന്നു. നമ്മളുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ദേവിക്ക് കഴിയും. അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി ഉറപ്പായിട്ടും ദേവിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെക്കാളും എത്രയോ വലിയ ആളാണല്ലേ വാരാഹി അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ആ ഒരു സാഹചര്യമില്ല, അങ്ങനെയുള്ള ഒരു പൂജകൾ ചെയ്യാനുള്ള മാർഗങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ആഗ്രഹം പറയുക, സാധിച്ചു തരുന്നതാണ് ഉറപ്പായിട്ടും. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ വാരാഹി ദേവിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തതും 4 പേർക്ക് വാരാഹി അമ്മയെക്കുറിച്ച് അറിയിക്കണം എന്നുള്ള ആ ഒരൊറ്റ എയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ തന്നെയാണ് പലരും എന്നെ വിസമ്മതിച്ചു. ലൈക്ക് ഇങ്ങനെ ഒരു ചാനലിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും ശരിയല്ല. കാര്യം നമ്മളെ പിന്തിരിപ്പിക്കാൻ പല ആളുകളുണ്ടായാലും നമ്മൾ പിന്മാറരുത്. നമ്മൾ എന്താണോ നമ്മുടെ ഉദ്ദേശം, ആ ഉദ്ദേശം നല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതല്ല നമ്മളുടെ ഉദ്ദേശം മോശമാണ് എങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ പറയുമ്പോൾ അത് ശരിയാണ്, അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, അത് തെറ്റായ രീതിയാണെന്നുള്ളത്. ഓക്കെ, അതല്ലാതെ നമ്മുടെ വിജയിക്കാൻ അനുവദിക്കാത്ത ചില ജാതികളുണ്ട്, ചില ആളുകളുണ്ട്. അപ്പോൾ അവർ ശരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നതും അവരിൽ നിന്നും മാക്സിമം തരം താഴ്ത്തുക, അല്ലെങ്കിൽ നമ്മളെ മാക്സിമം ഡൗൺ ആക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പം അങ്ങനെയുള്ളവരോട് നമുക്കൊന്നും പറയാനില്ല. അത് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുന്നു. കാര്യം നമ്മൾ നല്ല സെൻസിലൂടെ അവരോട് അപ്രോച്ച് ചെയ്യുമ്പോഴും അവർ മോശമായ രീതിയിൽ നമുക്ക് തരുന്നു. അത് ഒരിക്കലും നമ്മളെ 1% പോലും നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതെല്ലാം ദൈവം അതിന് വഴിക്ക് കൊടുത്തോളും. അതുകൊണ്ട് ഇത്രമാത്രം വിചാരിക്കുക, വാരാഹി ദേവി ആരാധിക്കുക. വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ മന്ത്രം, വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്, ഈ മന്ത്രം ഒന്ന് ജപിച്ച് നോക്കുക. 21 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ ഇന്ന് അവസാനത്തെ പൂജയാണ്. അവസാനത്തെ പൂജയിലെ പ്രെയറാണ്. നമ്മൾ ഡേ 1 മുതൽ ഡേ 21 വരെയുള്ള വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഡേ 1 മുതൽ ഡേ 21 വരെയുള്ള ദിവസത്തെ പൂജ ആണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 21ാമത്തെ ദിവസമായ ഇന്നത്തെ ഈവനിങ് പൂജയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ 21 തവണ ജപിക്കുക. ഓം ത്രിലോചനായ നമഃ. 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 ഓം ത്രിലോചനായ നമഃ.
ॐ त्रिलोचनाय नमः। 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 ॐ त्रिलोचनाय नमः।